ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? ഹലോ. യെസ്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സാം മാറ്റി വെക്കണ്ടോ? പൊതുവെ ഇഗ്നോന്റെ എക്സാമുകളൊന്നും മാറ്റി വെക്കാറില്ല. ഓക്കെ, നിങ്ങൾ ബേസിക്കലി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഈ ഒരു സബ്ജക്റ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ടത് സോഷ്യൽ സൈക്കോളജിന്റെ സബ്ജക്റ്റ് ആണ്. ഞാൻ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അറൗണ്ട് 15 മിനിറ്റ്സ് ലേറ്റ് ആണ്. UGC നെറ്റ് ഉള്ളത് കൊണ്ട് മാറ്റി വെക്കുന്നു. ആക്ച്വലി അറിയില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതിൽ സൈക്കിന്റെ സ്റ്റുഡൻസ് ഒരുപാടുണ്ടോ? ഹലോ. ആരെങ്കിലും ഒന്ന് റൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് വേണ്ടി, അതായത് എക്സാം ഫോക്കസ് ചെയ്തിട്ട് നോക്കേണ്ടത് മാത്രമാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. അത് നമ്മൾക്ക് ഒരു 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നമ്മൾക്ക് മനസ്സിലാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പാർട്ടുകൾ മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നൊരു ഓവർവ്യൂ മാത്രമേ പറഞ്ഞു പോവുള്ളൂ. ആദ്യം തന്നെ ഇതിൽ ഈ ഒരു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജിക്ക് ഇതിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ള ഒരു ഡിസ്കഷൻ ആണ്. പിന്നെ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലേക്ക് ഞാൻ വരാം. പിന്നെ എന്താണ് ഒരു സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ്. ഐ തിങ്ക് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ അതിനുശേഷം വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു 8 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. 8 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ബ്ലോക്കിലായിട്ടുള്ള ഓരോ എൻവയോൺമെന്റിൽ എങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ്, സ്കൂളിൽ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയുള്ള ഡിസ്കഷൻസ് വരുന്ന പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഡീപ്പായി നോക്കിയേക്കണം. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജി എന്ന പേപ്പറിൽ നല്ല രീതിയിലുള്ള അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീപ്പായിട്ട് അത് അറിയെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്ത സെയിം തിയറീസ് കണ്ടന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മുഴുവനായി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡീപ്പായി നോക്കാം. ഞാൻ എക്സാം ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അല്ലെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായി ഒന്നാമത്തെ യൂണിറ്റിൽ, അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ചെക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചോദ്യമാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും തമ്മിലുള്ള കീ ഡിഫറൻസസ് എന്തൊക്കെയാണ്. ഒന്നുമില്ല, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിന്റെ സബ് ബ്രാഞ്ച് ആണ്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു തിയറിറ്റിക്കൽ ബേസ് ആണ്. അതേ രീതിയിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ, അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ്, ഇഷ്യൂസിനെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയാണ് ആര്, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നതാണ്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ ഇയറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ റെലവൻസ്, ഇമ്പോർട്ടൻസ്, അതെന്താണ് സാധനം എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു
ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റുന്നത് ഇതിന്റെ നാച്ചർ ആൻഡ് സ്കോപ്പ് ആണ്. അതായത് ഇതിന്റെ സ്കോപ്പ് ഇത് എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റല്, അതുപോലെ തന്നെ ഇത് എന്താണ് ഇതിന്റെ നാച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സയന്റിഫിക് അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആണ്, അല്ലെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ബേസ്ഡ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതാണ് ഈ നാച്ചർ എന്ന് പറയുന്നത്. പിന്നെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ എത്രത്തോളമാണ്, എല്ലാ സ്ഥലത്തും ഈ സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്കോപ്പ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കാം, നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ടായിരിക്കും അല്ലെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഏതൊക്കെ ചാപ്റ്റർ ആണ് പ്രത്യേകമായി നോക്കേണ്ടതെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിൽ അത് മാത്രമേ നോക്കണ്ടൂ. അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി തമ്മിൽ ഡിഫറൻസ് എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ നാച്ചർ ആൻഡ് സ്കോപ്പ്. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്, അത് ഫോക്കസ് ചെയ്യണമെന്നില്ല. കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ ഒരു ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തീരെ എന്താണ് എക്സാം എഴുതാൻ പ്രതീക്ഷയില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ തീരെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് റിയലി പഠിക്കാത്ത, ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ഒരു സെഷനാണിത്. നിങ്ങൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ഹൈ ഇന്റലിജന്റ് ആണെങ്കിൽ ഈ ഒരു സെഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ടൈമും കൂടി പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനാണ് ആദ്യം ഒരു ഡിസ്ക്ലൈമർ എടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തീരെ പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എഴുതേണ്ടിന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, എന്തൊക്കെ ഉത്തരങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടിന്ന് പ്ലാൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടാവും, അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൃത്യമായി സാധനങ്ങൾ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്താ സിമ്പിൾ ആയിട്ട് ഒരു എക്സാം പാസ്സാകാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് പരീക്ഷ എഴുതിയ സൈക്കോളജിക്കൽ റിസർച്ചിലുള്ള സെയിം കണ്ടന്റ് ആണ്, ഒരു ഡിഫറൻസും ഇല്ല. എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഗോൾസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ സൈക്കോളജിക്കൽ റിസർച്ച് ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്. അതെ, സൈക്കോ നോട്ട്സ് തരുന്നുണ്ട്, നിങ്ങൾ അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്യാം. അതായത് സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങൾ ഇന്ന് എഴുതിയ എക്സാമിൽ എഴുതിയ അതേ കണ്ടന്റ് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ക്വസ്റ്റ്യൻസിലും എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണത് എക്സാമിന്. പിന്നെ എന്താണ് എലൂസിഡേറ്റ് റിസർച്ച് കൺസെപ്റ്റ് ആൻഡ് കോമ്പണൻസ് ഹൈലൈറ്റിംഗ് സാമ്പിളിംഗ് ടെക്നിക്സ്. അതും നിങ്ങൾ ഇന്ന് എന്താണ് എക്സാമിന് കണ്ടിട്ടുണ്ടാവും. റിസർച്ച് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റിസർച്ച് നടത്തൽ, കോമ്പണൻസ് അതായത് കൺസ്ട്രക്ട് എന്താണ്, വേരിയബിൾസ് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി സബ് ഹെഡിങ് ഒക്കെ ഇട്ടിട്ട് എഴുതുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാപ്പം പറയുന്ന പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശരിയാണെന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് അവരുടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇംപ്രഷൻ കളയരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സലി തെറ്റാണെന്ന് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനെന്ത് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് അവർ അതന്നെ കാണുകയും ചെയ്യും, എന്നിട്ട് തെറ്റിടുന്ന ഒരു രൂപം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് 100% ഷുവർ അറിയുന്ന ചോദ്യങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുക, ഹൈലൈറ്റ് കൊടുക്കുക. പിന്നെ സാമ്പിളിംഗ് ടെക്നിക്സ് എഴുതുക. ഒരുപാട് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട്. സാമ്പിളിംഗ് ടെക്നിക്സ് പഠിക്കാത്ത സ്ഥലമില്ല. അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് ഉള്ളത്, 2 ടൈപ്പ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, നോൺ പ്രോബബിലിറ്റി ഉണ്ട്. ഇനി പ്രോബബിലിറ്റിന്റെ അണ്ടറിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് വരാൻ നോക്കണം. അതായത് ക്ലസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ഡിഫറൻറ്റ് സാധനം ഉണ്ട്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലുണ്ട് സ്നോബോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ചെയ്യുക, അത് കൃത്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായി ഓരോന്നിന്റെ എക്സാമ്പിൾ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ചെക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു മാൽ പ്രാക്ടീസും എക്സാമിനിടയിൽ ചെയ്യരുത്. കോപ്പി കൊണ്ടുപോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതൊക്കെ എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആക്ഷൻ റിസർച്ചിനെ കുറിച്ചിട്ടാണ്. ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, 2nd ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടിസിപ്പന്റിനെ കൂട്ടിയിട്ട് നടത്തുന്ന റിസർച്ചിനാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയാം. അതായത് ചില സോഷ്യൽ സിറ്റുവേഷനിൽ വേണ്ടി വരുന്ന പ്രോബ്ലംസിന് എന്ത് ചെയ്യുക, അവരിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു റിസർച്ച് നടത്താം. എന്നിട്ട് ഒരു ഇന്റർവെൻഷൻ കണ്ടെത്തിയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള ചെക്ക് ചെയ്യുന്നുള്ള റിസർച്ചിനാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയാം. ഓക്കെ, പിന്നെ
അതൊരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ തേർഡ് യൂണിറ്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യവും നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഡാറ്റ കളക്ഷൻ മെത്തേഡ് എങ്ങനെയാണ്, ഡാറ്റ അനാലിസിസ് എങ്ങനെയാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. ആ രണ്ട് ഇമ്പോർട്ടൻറ്റ് പാർട്ട് മാത്രം എന്ത് ചെയ്യാനുള്ളൂ. ആ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പാർട്ടിലും എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്താണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡാറ്റ അനാലിസിസ് മെത്തേഡ്. അതിൽ തന്നെ ഡാറ്റ അനാലിസിസിൽ 2 വർഷം ചോദിച്ച ചോദ്യമാണ്, 3 വർഷം ചോദിച്ച ചോദ്യമാണ് കണ്ടന്റ് അനാലിസിസ്. എന്താണ് ക്വാളിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ്? അതാണ് ഏറ്റവും ഐ തിങ്ക് അതാണ് ഏറ്റവും സിമ്പിൾ, അല്ലെങ്കിൽ യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ക്വാളിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് 2024 ചോദിച്ചിട്ടുണ്ട്, 2022 ജൂണിലും 24 ജൂണിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസംബറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായി നോക്കി വെക്കുക. അതിന്റെ കൂടെ വരുന്ന തീമാറ്റിക് അനാലിസിസ്, പിന്നെ അതുപോലെ തന്നെ വേറൊരു അനാലിസിസ് കൂടി ഉണ്ടല്ലോ, എന്താണ് ഗ്രൗണ്ടഡ് തിയറി കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു അനാലിസിസ് ഉണ്ട്, ഡാറ്റ അനാലിസിസ് മെത്തേഡാണ്. അത് കൃത്യമായി എന്ത് ചെയ്യാം നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഉണ്ട്, അത് കൃത്യമായി മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ള ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെ ടൈപ്സ് ആണ്, കേസ് സ്റ്റഡി ഉണ്ട്, നരേറ്റീവ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡീപ്പ് ഇന്റർവ്യൂ ഉണ്ട്. അതൊക്കെ എന്താണ് ഓരോ ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, എത്നോഗ്രഫി എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഉണ്ട്. ഈ ഒരു യൂണിറ്റിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ ക്വാളിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസിന്റെ ചോദ്യം വളരെയധികം പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിലൊരു ഫോക്കസ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ മെത്തേഡിലുള്ള ഒരു എന്താണ് ക്വസ്റ്റ്യൻ ആണ്. അതും കൂടി എന്താ ചെയ്യാൻ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് ആണ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്. അതായത് ആ ഒരു ഏരിയയിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് സോഷ്യൽ പ്രോബ്ലം, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ പോളിസി, പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ആണ് ഉള്ളത് എന്നൊക്കെ പറയുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇൻ കേസ് അത് ചോദിക്കുകയാണെങ്കിലും ആ ചോദ്യം എന്ത് ചെയ്താൽ മതി, സ്കിപ്പ് ചെയ്താൽ മതി. അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തില്ല, കണ്ടന്റ് ഇല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ യൂണിറ്റ് 5 കാര്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻ. അതായത് നമ്മൾ ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻ ആണ് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ഇതിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. ആ ഒരു ഇന്റർവെൻഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ ചാപ്റ്ററിലും ഈ അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജിന്റെ എന്താണ് എല്ലാത്തിലും ഒരു ഹെഡിങ് ആണെന്നില്ല, അപ്ലിക്കേഷൻ ഓഫ് എന്താണ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ക്ലാസ് റൂം ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതിലൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് എന്താണ് ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഇല്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ, സർ ഫോർത്ത് ചാപ്റ്ററിൽ നിന്ന് ഡെഫിനിഷൻ ഓഫ് നേച്ചർ ഇൻ സോഷ്യൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ഡെഫിനിഷൻസ് ആൻഡ് നേച്ചർ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ ഫോർത്ത് ചാപ്റ്ററിൽ ഏത് ഇയറിലായിരുന്നു ചോദിച്ചത്? ഏത് ഇയറിലാന്ന് അറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് തന്നെ കണ്ടതായിട്ട്. പിന്നെ അപ്രോച്ചസ് ടു പ്രോബ്ലം, അപ്രോച്ചസ് ടു സോഷ്യൽ പ്രോബ്ലം, സോഷ്യൽ പ്രോബ്ലം അല്ലെ? അപ്രോച്ചസ് ടു സോഷ്യൽ പ്രോബ്ലം. അതിൽ കാര്യമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എന്താണ് ഒരു ഓക്കെ ഫൈൻ, നമ്മൾ വിട്ടുപോയതായിരിക്കും. എനിവേ ഐ തിങ്ക് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു 5 കൊല്ലത്തെ പേപ്പർ നോക്കിയപ്പോ അതിലൊന്നും ആ ചോദ്യങ്ങളൊന്നും കണ്ടില്ല. വന്നിട്ടുള്ളൂ. അതെ, ഒരു വട്ടന്നെ വന്നിട്ടുള്ളൂ അല്ലെ? ഒരു വട്ടന്നെ വന്നിട്ടുള്ളൂ.
അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞത്. ഇൻ കേസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ള ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ സോഷ്യൽ പ്രോബ്ലം തന്നെയാണ് ഇതിന് ശേഷം വരുന്ന രണ്ട് ബ്ലോക്ക് ഇല്ലേ, അതിൽ ഡിഫറെന്റ് ആസ്പെക്ട്സ് പറയുന്നില്ല, ഓരോ സ്പോർട്സ് ആയിക്കോട്ടെ, ഓരോതിലും ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ ഇഷ്യൂസും സോഷ്യൽ പ്രോബ്ലം എന്നുള്ള ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ അടുത്തൊരു യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻ. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻ ആണ് എന്തെയില് നമ്മൾ ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് കൊടുക്കുക എന്നുള്ളത് നോക്കുക. അതായത് ട്രയൽ ഇന്റർവെൻഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഒരു ബേസിക് സൊല്യൂഷൻ കാണും, എന്നിട്ട് അതിനെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും. അത് വർക്ക് ആവുന്നില്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജി എടുക്കും, അങ്ങനെ ഇംപ്ലിമെന്റ്. അങ്ങനെ ഒരുപാട് ഒരു 2-3 എന്തുണ്ട് ടൈപ്സ് ഉണ്ട്. അതെന്ത് ചെയ്യാം, അതാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനൊക്കെ ഓരോ എക്സാമ്പിളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാനും അതാണ് എഴുതാനും നല്ല കണ്ടന്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ സോഷ്യൽ സൈക്കോളജിന്റെ അല്ലെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ ഇമ്പോർട്ടൻസ് എഴുതാം, അതിന്റെ ഡെഫിനിഷൻസ് എഴുതാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ സോഷ്യൽ സൈക്കോളജിന്റെ ഫാദർ ആരാണ്? ആരാണ് സോഷ്യൽ സൈക്കോളജിന്റെ ഫാദർ? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിന്റെ ഫാദർ ആരാണ്? ആരെങ്കിലും പറയും? ആരെങ്കിലും? ആരുമില്ലേ? ആരാണ് സോഷ്യൽ സൈക്കോളജിന്റെ ഫാദർ? സോഷ്യൽ സൈക്കോളജിന്റെ ഫാദർ കുർട്ട് ലെവിൻ ആണ്. ഒരു ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അയാളാണ് ഈ സോഷ്യൽ സൈക്കോളജി ഒരു അപ്ലിക്കേഷൻ ലെവലിൽ എന്ത് ചെയ്തത്, ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് എന്താണ്, കുർട്ട് ലെവിൻ എന്നുള്ളതാണ്. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ എഴുതാം. അതൊക്കെ എഴുതുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എക്സാമിനർക്ക് ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണത്. ഓക്കെ. പിന്നെന്താണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്റർവെൻഷൻ. അതൊരു ഇന്റർവെൻഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിക്ക് പറയുന്നുണ്ട്. അതായത് ആദ്യം പ്രോബ്ലം എന്താണ് കണ്ടെത്തണം, പിന്നെ അതിനുള്ള ഇന്റർവെൻഷൻസ് തിയറീസ് എന്തൊക്കെയാണ് നോക്കണം, ഏത് നല്ല സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ചെലവ്, അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്സ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് എന്തുണ്ട് ഇന്റർവെൻഷൻസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് കൺസെപ്റ്റ് ഓഫ് ഇന്റർവെൻഷൻ മാപ്പിംഗ്. 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ജൂൺ 2024 ഡിസംബർ 2024 അടുപ്പിച്ച് 2 വർഷം ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ഇയറിലും കൂടി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്റർവെൻഷൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരുന്നത്, എഫക്റ്റീവ് ആവുന്നുണ്ടോ, ഇല്ലെങ്കിൽ പുതിയ ഇന്റർവെൻഷൻസ് ഇറക്കണോ എന്നുള്ളൊക്കെ എന്താണ് ഡിസ്കഷൻ ആണ് ഇന്റർവെൻഷൻ എന്താണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്ട് അനാലിസിസ്, നമ്മൾ കൊടുത്ത ഇന്റർവെൻഷൻസ് ഇമ്പാക്ട്, അതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇമ്പാക്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു നെക്സ്റ്റ് 2 ബ്ലോക്കിൽ ഉണ്ടാവുന്ന, ഇപ്പൊ എത്ര ചാപ്റ്ററായി, 5 ചാപ്റ്ററായി. ടോട്ടൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 14 യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ബാക്കിയുള്ള എല്ലാ യൂണിറ്റ്സിലും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ച എല്ലാ തിയറീസും ഒരു അപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ്, ഓരോ ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അടുത്ത ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 6 സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡൈവേഴ്സിറ്റി, കമ്മ്യൂണിറ്റി അല്ല, നമ്മളൊരു എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യല് എന്നുള്ളതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് 2 കാര്യങ്ങളുള്ള, ഒന്ന് ഹ്യൂമൻ എൻവയോൺമെന്റിന് ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റ് നമ്മളൊരു ഹ്യൂമൻ ബിഹേവിയറിന് ചെയ്യുന്ന 2 ആസ്പെക്റ്റുകളാണ് അതിൽ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹ്യൂമൻ എൻവയോൺമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പൊല്യൂഷൻസ്, ഗ്ലോബൽ വാർമിംഗ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, അതൊക്കെ എന്താണ് ഹ്യൂമൻ എൻവയോൺമെന്റിന് ചെയ്യുന്ന എഫക്ട്സ് അല്ലെങ്കിൽ കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ എൻവയോൺമെന്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ, നമ്മളെ ചുറ്റുപാട് എങ്ങനെയാണ് നമ്മളൊരു ബിഹേവിയറിനെ ബാധിക്കുന്നത് എന്നുള്ളത് ഒരു എന്താണ് രണ്ടാമത്തെ ആസ്പെക്ട് ആണ്. ഈ 2 ആസ്പെക്ട് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ
നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കമ്മ്യൂണിറ്റി ആൻഡ് ലീഗൽ സിസ്റ്റം. അതിൽ കൂടുതലൊരു ഫോറൻസിക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട്. ഡീപ്പായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ബേസിക്സ് അറിഞ്ഞിരിക്കണം. രണ്ട് ആസ്പെക്റ്റുകളാണ് സംസാരിക്കുന്നത്, ഒന്ന് കമ്മ്യൂണിറ്റി, ഒന്ന് ലീഗൽ സിസ്റ്റം. കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആണ് ഉള്ളത്, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റി ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്നെസ്, ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി കമ്മ്യൂണിറ്റി ലെവലിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മാക്സിമം എന്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവരാം. ലൈക്ക് എന്താണ്, മെട്രോപൊളിറ്റിക് സിറ്റിയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഒരു എന്താണ് ഒരു ഫീലിംഗ് അലോൺനെസ് ഒക്കെ ഫീൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് എന്താണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുമ്പോൾ ഭയങ്കര അർബൻ ചാലഞ്ചസിൽ പെട്ട ഒരു ഇമ്പോർട്ടന്റ് ചാലഞ്ച് ആണ് ഡീ ഇൻഡിവിജ്വേഷനും പിന്നെ അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത്. ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കെങ്കിലും അറിയോ? ബൈസ്റ്റാൻഡർ എഫക്റ്റ്, നമ്മളൊരു ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി നടക്കുന്ന ആ ഒരു ഇതിനാണ് എന്താണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത അല്ലെങ്കിൽ വേറൊരാൾക്ക് റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ വിചാരിക്കുന്ന, വേറൊരാൾക്കാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വിചാരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് എന്ത് കമ്മ്യൂണിറ്റി സൈക്കോളജി. അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് കമ്മ്യൂണിറ്റി സൈക്കോളജിയിൽ വരേണ്ടത്. പിന്നെ ഒരുപാട് വർഷം ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലീഗൽ സിസ്റ്റം. സോഷ്യൽ സൈക്കോളജി ലീഗൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? 2022-ലും 2024-ലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2025-ലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അതായത് അതിലെന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലീഗൽ എൻറ്റിറ്റി ആയിട്ട്, അതായത് ഒരു ക്രൈം നടന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സമയത്തൊക്കെ സൈക്കോളജിന്റെ അപ്ലിക്കേഷൻ എവിടെയാണ്, അതുപോലെ തന്നെ ഐ വിറ്റ്നസ് ടെസ്റ്റിമണി, അങ്ങനെ എന്താണ് ഫാൾസ് കൺഫെഷൻ, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രൈം റിലേറ്റഡ് ആയിട്ട് ഫിലിപ്പ് സിംബാർഡോന്റെ ഒരു എന്താണ് ഒരു എക്സ്പെരിമെന്റ്, ഒരു റിസർച്ച് ഉണ്ട്, അത് ഓർമ്മിച്ച് വെക്കാം. പിന്നെ എന്താണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഡീ ഇൻഡിവിജ്വേഷൻ എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. ഡീ ഇൻഡിവിജ്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന നമ്മളൊരു സെൽഫ് ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഡീ ഇൻഡിവിജ്വേഷൻ എന്ന് അറിയാം. അതായത് പൊതുവെ ഉണ്ടാവല് എന്താണ്, എന്തെങ്കിലും കലാപമൊക്കെ നടക്കും അല്ലെങ്കിൽ സമരം, എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ എന്ത് ചെയ്യുക, ഡീ ഇൻഡിവിജ്വേഷൻ എന്ത് ചെയ്യുക, കാര്യമായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ഇതില് സോഷ്യൽ സൈക്കോളജി ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. കാരണം ലീഗൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയും ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ സൈക്കോളജി ലോ എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഹെൽപ്പ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഐ വിറ്റ്നസ് ടെസ്റ്റിമണി, ഐ വിറ്റ്നസ്സിൽ ഉണ്ടാവുന്ന എറേഴ്സ്, അതിലൊക്കെ സൈക്കോളജിന്റെ തിയറീസ് ആണ് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ജൂറി ബിഹേവിയർ, പിന്നെ പ്രിസൺ ക്ലൈമറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രിസണിലുള്ള ക്ലൈമറ്റ് റീഹാബിലിറ്റേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ലോനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ സൈക്കോളജിന്റെ അപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് 7 കാര്യമായിട്ടുള്ളത്. അതായത് രണ്ട് സാധനം, കമ്മ്യൂണിറ്റിയും ലീഗൽ സിസ്റ്റവും. പിന്നെ യൂണിറ്റ് 8 വരുന്നത് ഒന്ന് എന്താണ്, ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ പൊളിറ്റിക്കൽ ബിഹേവിയർ. അതായത് മീഡിയന്റെ അജണ്ട പൊളിറ്റിക്കൽ ബിഹേവിയറിൽ, അതായത് ചില ഇഷ്യൂസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതിൽ മീഡിയന്റെ പവർ എന്താണ്. 2022-ലാണ് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത്. അല്ലാത്തൊക്കെ എന്താണ് 2023 ഡിസംബർ ചോദിച്ച ചോദ്യമാണ് വോട്ടിംഗ് ബിഹേവിയർ. അതായത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വോട്ടിംഗ് ബിഹേവിയറിനെ കുറിച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാളെ, ഒരു കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ എന്താണ് തിയറീസ് ഓഫ് പെർസെപ്ഷൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിനൊക്കെ കുറിച്ച് പറയുന്നുണ്ടാവില്ല. അതായത് ഒബീഡിയൻസ് ആണ് അല്ലെങ്കിൽ കൺഫർമിറ്റി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോംപ്ലിയൻസ് ആണ് ഒരാളെ വോട്ടിംഗ് ബിഹേവിയറിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു വോട്ടിംഗ് ബിഹേവിയറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഒബീഡിയൻസ് ഉൾപ്പെടുത്തണം, കൺഫർമിറ്റി, അതുപോലെ തന്നെ കോംപ്ലിയൻസ് ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഫൂട്ട് ഇൻ ദ ഡോർ, എന്താണ് അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഇല്ലേ, ആ ടെക്നിക്സ് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 50
മാർക്കിലല്ല ഉണ്ടാവല്. 50 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയുന്ന 5 എണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയേണ്ടില്ലല്ലോ. ഞാൻ അവസാനം ജസ്റ്റ് ഒരു എക്സാമിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഇനി അടുത്തത് കൺസ്യൂമർ ബിഹേവിയർ ആണ്. കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ് വേരിയസ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട തിയറീസ്, അതായത് സൈക്കോഡൈനാമിക് ആയിക്കോട്ടെ, ബിഹേവിയറിസ്റ്റ്, സോഷ്യൽ ലേണിംഗ് തിയറീസ്, അതൊക്കെയാണ് എന്തെങ്കിലും ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ വർക്ക് ചെയ്യുന്ന എന്ത് തിയറീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ആ തിയറീസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇതാ, അതാണ് ഈ മോഡൽസ് തിയറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതായത് സൈക്കോഡൈനാമിക് അങ്ങനത്തെ ഒരുപാട് നമ്മളെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി എഴുതേണ്ടത്. പിന്നെന്താണ് വേരിയസ് ഒക്കെ 2 സെയിം ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് വേരിയസ് മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഡിസ്ക്രൈബ് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു കൺസ്യൂമർ ബിഹേവിയർ. അതായത് ആ ഒരു കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് അതല്ലെങ്കിൽ അതിന്റെ തിയറീസ് എങ്ങനെയൊക്കെയാണ് കൺസ്യൂമർ ബിഹേവിയറിൽ അല്ലെങ്കിൽ ഒരു ബൈയിങ് ബിഹേവിയറിൽ എഫക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ നോക്കി വെച്ചാൽ മതി. ഓക്കെ. വേറെ അതിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ബയേഴ്സ് ആണുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അത്ര എന്തല്ല ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഇതിലും എന്തുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ് കോംപ്ലയൻസ് ടെക്നിക്സ് ഉണ്ട്, എന്തായാലും ഉണ്ടാവുമല്ലോ. കോംപ്ലയൻസ് ടെക്നിക്സ് കൂടുതലും വരുന്നത് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. പിന്നെ ഇംപ്രഷൻ മാനേജ്മെന്റ്, പിന്നെ ഏതാണ് സോഷ്യൽ കോഗ്നിഷൻ, അതൊക്കെയാണ് ഒരു അപ്ലിക്കേഷൻ ലെവലിൽ എന്ന് പറയുന്നത്. പിന്നെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, നമ്മൾ ഒരു പ്രൊഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഇംപ്രഷൻ ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാതിരിക്കാന്ന് തീരുമാനിക്കുന്നത്. അതൊക്കെ എന്താണ് ഒരു അപ്ലിക്കേഷൻ ലെവലാണ് സോഷ്യൽ സൈക്കോളജിന്റെ. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്തൊരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വർക്ക് സെറ്റിംഗ്സിൽ ഉണ്ടാവുന്ന സമയത്ത് സോഷ്യൽ സൈക്കോളജിന്റെ അപ്ലിക്കേഷൻ എന്താണ്. അതിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇനി ഒരു നമ്മളിനി ഈ ഒരു എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അതിനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. അതായത് വർക്ക് സെറ്റിംഗ്സിൽ ഉണ്ടാകുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് എന്ത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ലേണിംഗ് തിയറീസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജോബ് മോട്ടിവേഷൻ, വർക്ക് സാറ്റിസ്ഫാക്ഷൻ, അതിൽ നമ്മൾ BPCC 101 പഠിച്ച ഒരുപാട് മോട്ടിവേഷൻ ഇമോഷനിലൊക്കെ ഒരുപാട് തിയറീസ് ഇല്ലേ, മോട്ടിവേഷനിൽ ഒരുപാട് തിയറീസ് ഇല്ലേ എന്ന് പറഞ്ഞാല് ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, ഒപ്റ്റിമം അറൗസൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തിയറീസ് പഠിച്ചിട്ടില്ലേ. ഓക്കെ, ആ തിയറീസ് ആണ് എന്ത് ചെയ്യേണ്ടത് ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയാലും മോട്ടിവേഷനിലൊക്കെ ആയാലും എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ. പിന്നെ അതിലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പ് തിങ്കും ഗ്രൂപ്പ് പോളറൈസേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാം സെയിം കാര്യങ്ങൾ എന്ത് ചെയ്യാം തീരുമാനിക്കുക, പുതിയ അഭിപ്രായങ്ങളോടൊന്നും എന്ത് ചെയ്യുക ചായ്വില്ലാതിരിക്കുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് തിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റിവിറ്റി കുറയുന്നുള്ളതാണ് ഗ്രൂപ്പ് തിങ്കിന്റെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് പോളറൈസേഷൻ എന്ന് പറയും, ഏതെങ്കിലും ഒരു കൂടുതലുള്ള ആൾക്കാർ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനോട് ചാഞ്ഞ് നിൽക്കുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്ത് ഗ്രൂപ്പ് പോളറൈസേഷൻ എന്നുള്ളത്. അത് 2022 ലാസ്റ്റ് ചോദിച്ചത്. ചോദിക്കാൻ പറ്റണമെന്നില്ല, ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരോ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലാലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇനിയും എന്ത് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം ഈ സോഷ്യൽ സൈക്കോളജി വർക്ക് സെറ്റിംഗ്സിൽ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും ജോബ് സാറ്റിസ്ഫാക്ഷൻ അതിന്റെ തിയറീസ് ഒക്കെ എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ജോബ് മോട്ടിവേഷൻ എഴുതാം. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അത്യാവശ്യം കുറച്ച് മാർക്കുകൾ കിട്ടും. ശരിക്കും ഈ എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറീസ് ആണ് ഈ സോഷ്യൽ വർക്ക് സെറ്റിംഗ്സിൽ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കണ്ടു പഠിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നത് പോലെ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ അണ്ടറിലായിട്ട് വർക്ക് ചെയ്യുക, മോഡലിങ്, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നില്ലേ സോഷ്യൽ ലേണിംഗ് തിയറീസിൽ. അതാണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ സോഷ്യൽ സൈക്കോളജിന്റെ അപ്ലിക്കേഷൻ വർക്ക് സെറ്റിംഗ്സിൽ ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ. പിന്നെ ഇനി അടുത്ത എഡ്യൂക്കേഷൻ ആൻഡ് ക്ലാസ് റൂം, അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു എഡ്യൂക്കേഷൻ ആൻഡ് ക്ലാസ് റൂം. അതിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻട്രാ പേഴ്സണൽ പ്രോസസ്സും ഇന്റർ പേഴ്സണൽ പ്രോസസ്സും ഉണ്ട്. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ ആ ഒരു
ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് അവർ സെൽഫ്, നമ്മളോട് ഉള്ള എഡ്യൂക്കേഷനോടുള്ള ആറ്റിറ്റ്യൂഡ്സ്, അതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആകെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, അതും കഴിഞ്ഞ ജൂൺ എക്സാമിനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻട്രാ പേഴ്സണൽ പ്രോസസ് മാത്രമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിൽ സെൽഫ് കൺസെപ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എന്താണ് എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഓക്കെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്, 1 സെക്കൻഡ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സെറ്റിങ്സ് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജിന്റെ അപ്ലിക്കേഷൻ എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അതിൽ 2 ആസ്പെക്റ്റുകളാണ് കാര്യമായിട്ട് വരുന്നത്. ഒന്ന് ഇൻട്രാ പേഴ്സണലും ഇന്റർ പേഴ്സണലും. ഇൻട്രാ എന്ന് പറയുമ്പോൾ ആലിക്ക, അതായത് ടുവേർഡ്സ് സെൽഫ്, നമ്മളെ സെൽഫ് ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇൻട്രാ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇന്റർ പേഴ്സണൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്റർ എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ചോദ്യം മാത്രമേ ചോദിച്ച് കാണുന്നുള്ളൂ. ഇനിയും എന്ത് ചെയ്യാം, ഈ ക്ലാസ് റൂമിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ഇന്റർ പേഴ്സണൽ പ്രോസസ്സ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് എന്താണ്, ഹൈലൈറ്റിംഗ് അക്കാഡമിക് സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് ഹാൻഡിക്യാപ്പ്, 2 കൺസെപ്റ്റ് ആണ്. അത് മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്, ഒരു തിയറിയാണ്. ഓക്കെ, സെൽഫ് ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവ് പറയല്ല, എക്സ്ക്യൂസ് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ സെൽഫ് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർ പേഴ്സണൽ പ്രോസസ്, അതിൽ എന്താണ് പിയർ ഇന്ററാക്ഷൻ, ചിലപ്പോൾ ബുള്ളിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കാം. പിന്നെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്. പിന്നെ ഇതിൽ എല്ലാ എന്താണ് സോഷ്യൽ സൈക്കോളജിയിലും അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ എല്ലാ ആസ്പെക്റ്റിലും വരുന്ന 2 സാധനമാണ്. എന്താണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എററും, പിന്നെ അതുപോലെ തന്നെ ആക്ടർ ഒബ്സർവർ എറർ എന്ന് പറഞ്ഞ ഒരു എററും കൂടി ഉണ്ട്. ആക്ടർ ഒബ്സർവർ ബയാസ് അല്ലെ. അതായത് അങ്ങനെ 2 തിയറീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധിക ആൻസറിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു തിയറിയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ബിലീഫ് പെർസീവറൻസ് എന്ന് പറഞ്ഞൊരു തിയറി പറയുന്നുണ്ട്. നമ്മൾ എത്ര നല്ല ചെയ്താലും നമ്മൾക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെയിം എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെ നിലകൊള്ളുന്നുള്ള ഒരു തിയറിയാണ് ഈ ബിലീഫ് പെർസീവറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഇതാണ് എന്ത് കാര്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണൽ പ്രോസസ്സുകൾ. ഓക്കെ, പിന്നെ ഒരു ചോദ്യം വരുന്ന ഏരിയയാണ് എന്ത്, ജൂൺ 2023, ഡിസംബർ 2023 ചോദിച്ചാണ്. 24 ചോദിച്ചില്ല, 25 ചോദിക്കാൻ പറ്റാണ്ടോന്നില്ല, ചോദിക്കാം. ഓക്കെ, എന്താണ് ടീം കൊഹഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പോർട്സ്, അതായത് ടീം എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ടീം കൊഹഷൻ അല്ലെങ്കിൽ സ്പോർട്സ് സൈക്കോളജിയിലെ ടീം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റും. പിന്നെ എന്താണ് ഡിസ്കസ് ദ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സ്, അതായത് സ്പോർട്സിൽ കമ്മ്യൂണിക്കേഷന്റെ റോൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇതൊക്കെ ചോദിക്കാം, അതൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിൽ എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എന്താണ് ചോദ്യത്തിൽ പറയാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ്, അത് ഒരുപാട് തിയറീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു തിയറീസിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ഒരുപാട് തിയറീസ് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയന്റെ അപ്ലിക്കേഷൻസ്. അതായത് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എഴുതുന്ന ഉത്തരങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കണ്ടന്റ് ആയിക്കോളണമെന്നില്ല, എന്നാലും തിയറീസും പിന്നെ അതുപോലെ തന്നെ അതിൽ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അതിനെ ആൻസർ ചെയ്യാം. സോഷ്യൽ സൈക്കോളജി എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കില്ലേ, അതിലുള്ള കണ്ടന്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഒരു ഡിസ്ക്ലെയിമർ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിന് പൊതുവെ എന്താണ് ടെക്സ്റ്റ് ബുക്കൊക്കെ ഒരു സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഗൈഡ് എന്ന നിലക്കാണ് ടെക്സ്റ്റ് ബുക്കൊക്കെ വർക്ക് ചെയ്യുക. അതിലൊരു ഓവറോൾ സിലബസ് അവർ കവർ ചെയ്യും. പിന്നെ അതിന് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് വായിച്ച് പഠിച്ചെടുക്കണം എന്നുള്ളതാണ്. ഇഗ്നോ ശരിക്കും എന്താണ്
ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ പറ്റുന്നത്. പൊതുവെ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്യല്. ആ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് വാങ്ങലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി പഠിക്കലാണ് പൊതുവെ ചെയ്യാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ ഷാഠ്യം പിടിച്ച് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, തിയറീസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ എഴുതി വെക്കാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യരുത്, ഒരു റിലേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി വെക്കരുത്. നിങ്ങളെ എക്സാമിനർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കൃത്യമായി എന്ത് ചെയ്യും, യൂണിവേഴ്സൽ തെറ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും മനസ്സിലാവും. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല മനസ്സിലാവും. തിയറി എഴുതുമ്പോൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും തെറ്റിക്കരുത്. അതായത് നിങ്ങൾ ബിഹേവിയറിസ്റ്റിന്റെ അണ്ടറിൽ സൈക്കോഡൈനാമിക്കിന്റെ തിയറി ചെയ്താൽ എന്തായാലും എന്ത് ചെയ്യും, ഈ ബേസിക് സൈക്കോളജി അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും മനസ്സിലാവുന്നതാണ്. പിന്നെ ഇനി അടുത്ത യൂണിറ്റ് ആണ് സോഷ്യൽ മീഡിയ, അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ മീഡിയ, അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി അപ്ലൈഡ് ടു സോഷ്യൽ മീഡിയ. 2024 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ, എന്തൊക്കെ ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ, ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ചോദ്യം അല്ലെങ്കിലും ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ എന്തൊക്കെ ടൈപ്സ് ആണുള്ളത്, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജ്, ബ്ലോഗിങ്, അങ്ങനെ നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം അതിൽ എഴുതിയേക്കാം. പിന്നെ എന്താണ് ടൈപ്സ് ചോദിച്ചാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്ന് എഴുതി വെക്കരുത്. അതൊക്കെ ടൈപ്സിന്റെ അണ്ടറിൽ വരുന്ന ചില എക്സാമ്പിൾസ് മാത്രമാണെന്ന് മനസ്സിലാക്കാം. പിന്നെന്താ ഹ്യൂമൻ ആട്രിബ്യൂഷൻ ആൻഡ് സോഷ്യൽ മീഡിയ ഹൈലൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതായത് നമ്മളെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയിലുള്ള ആൾക്കാരെ അതിലെ പെർസെപ്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ജെൻഡർ ഡിഫറൻസ്, മെൻ എങ്ങനെയാണ്, വുമൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്, ലോ സെൽഫ് എസ്റ്റീമും പിന്നെന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതിനെ കുറിച്ചൊക്കെ എന്ത് ഡീപ്പായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നോക്കി വെക്കുക, ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ്, അവര് സോഷ്യൽ മീഡിയനെ കാണുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അവർ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അഡിക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യേണ്ടത്. പിന്നെ അതില് എന്താണ് സൈബർ സ്പേസ് ആൻഡ് സെൽഫ്, പിന്നെ സൈബർ ബുള്ളിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സ്മോൾ ടോപ്പിക് ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, അതാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് എന്നിട്ട് 2 ചോദ്യം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചോദ്യത്തിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം സൈബർ സ്പേസിനോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്നൊക്കെ എന്ത് ചോദിക്കാം. സൈബർ ബുള്ളിങ് പിന്നെ അതുപോലെ തന്നെ സൈബർ സ്റ്റാക്കിംഗ് ഒക്കെ എന്താണ് സെയിം സാധനങ്ങളാണ്, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരാളെ ഫോളോ അപ്പ് ചെയ്യുക, കമന്റ് ഇടുക, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വേൾഡിൽ ചെയ്യാന്നുള്ളതാണ് സൈബർ ബുള്ളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവസാനത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ് 14, അതായത് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി, ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്. അപ്പൊ അതിൽ കാര്യമായിട്ട് നിങ്ങൾ എന്താണ് WHO ഹെൽത്തിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഡിസീസ് മാത്രം രക്ഷപ്പെടലല്ല, അതിലെന്തുണ്ട് സോഷ്യൽ വെൽബീങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ആ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, മെന്റൽ ഹെൽത്തിന്റെ ഒരു എന്താണ് ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സബായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതില് 2024 2023 എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഹെൽത്തിൽ സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യാന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമുണ്ടോ നമുക്ക് അവയർനെസ് കൊടുക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതാണ് ഏറ്റവും ബേസിക് സാധനം. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിക്കലി പ്രശ്നം ഉണ്ടെന്ന് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുള്ള അവയർനെസ് ആണ് എന്ത് ചെയ്യുക കൂടുതൽ കൊടുക്കാൻ പറ്റുക. അതാണ് ടെക്സ്റ്റ് ബുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്താണ് മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അതിനെ റിപ്പോർട്ട് ചെയ്യുക, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുകയോ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ചെയ്യുക സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൊമോട്ടിങ് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത് പ്രൊമോട്ടിങ് മെന്റൽ ഹെൽത്തിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും എവിടെ എഴുതാൻ പറ്റും, അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ഹെൽത്ത് എന്നുള്ള ഒരു
ബ്രോഡുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ എന്താ എഴുതാൻ പറ്റാം. കൂടുതലും എന്താണ് സെലിബ്രിറ്റീസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സെലിബ്രിറ്റീസ് ആവാം അല്ലെങ്കിൽ കമ്പനീസ് ആവാം. അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ സോഷ്യൽ സൈക്കോളജി അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓവറോൾ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് സോഷ്യൽ സൈക്കോളജി അല്ല അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിച്ച എല്ലാ തിയറീസ് ആണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ സോഷ്യൽ സൈക്കോളജി തറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് ഈ എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പൊതുവെ ഒരു എക്സാമിന് പോകുന്ന ആൾക്കാരോട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പെന്ന്, പെൻസില്, പിന്നെ അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ്. പിന്നെ ഏത് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ 5 എണ്ണം എഴുതലാണ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയുന്ന 5 ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈക്വലി 5 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ലൈക്ക് ഇപ്പം 2 മണിക്കൂറാണെങ്കിൽ 20 മിനിറ്റ് വെച്ചൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു അരമണിക്കൂർ 20 മിനിറ്റ് ഒക്കെ അവസാനം ബാക്കി ഉണ്ടാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും കൃത്യമായ സമയം എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഉത്തരം എഴുതുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം 5 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം എന്താണ് നിങ്ങൾക്ക് അറിയാത്ത തിയറീസ് ഒക്കെ എന്ത് ചെയ്യരുത്, വലിച്ചു വാരി എഴുതിയിട്ട് നിങ്ങളെ എക്സാമിനർ അല്ലെങ്കിൽ എക്സാം പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ഇംപ്രഷൻ കളയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളെ വിലപ്പെട്ട സമയം എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ഓക്കെ. ഞാൻ ചാറ്റ് ബോക്സ് ഒന്നും എടുത്ത് നോക്കിയില്ല. ചാറ്റ് ബോക്സിലൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എക്സാം മാറ്റി വെക്കുക. അതൊക്കെ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഇഗ്നോന്റെ പരീക്ഷകളൊന്നും എന്ത് ആരും ഇതുവരെ മാറ്റി വെച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. പൊതുവെ മാറ്റി വെക്കാറില്ല. ഓക്കെ, നിങ്ങൾ മാറ്റി വെക്കുമെന്ന് വിചാരിച്ചിട്ട് പഠിക്കാണ്ടിരിക്കണ്ട. എല്ലാവരും എന്ത് ചെയ്തോളി, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തോളി. പിന്നെ അതുപോലെ തന്നെ ആരോ സൈക്യു നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സ്വന്തം തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലത്തെ ഹെൽപ്പ് ലൈനുകൾക്ക് എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആക്കുക. ഓക്കെ, സോ വിഷിംഗ് ബെസ്റ്റ് ലക്ക് ഫോർ യുവർ എക്സാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാം. അതിനൊക്കെ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, മറുപടിയൊക്കെ പറഞ്ഞുതരും. ഓക്കെ, Okay, thank you.